2022 ജൂലൈ 2 ഇംഗ്ലണ്ടിലെ ബെർഗിംഗ്ഹാമിലുള്ള എഡ്ജ്ബാസ്റ്റൺ സ്റ്റേഡിയം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 5ാം ടെസ്റ്റ് മത്സരം അതിന്റെ ആവേശകരമായ ഘട്ടത്തിലാണ്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 98 റൺസിന് 5 വിക്കറ്റ് എന്ന നിലയിൽ പതറുകയായിരുന്നു. അവിടെ നിന്ന് ഋഷഭ് പന്തിന്റെയും രവീന്ദ്ര ജഡേജയുടെയും സെഞ്ചുറികൾ ഇന്ത്യയെ കരകയറ്റി. എന്നാൽ വാലറ്റത്ത് ഇന്ത്യയുടെ സ്കോർ 400 കടക്കുമോ എന്ന ആശങ്ക ബാക്കി നിൽക്കുമ്പോഴാണ് 10ാമനായി നായകൻ ജസ്പ്രീത് ബുംറ ക്രീസിലെത്തുന്നത്. 1ാം ഇന്നിംഗ്സിലെ 84ാം ഓവർ എറിയാനെത്തുന്നത് ഇംഗ്ലണ്ടിന്റെ ഇതിഹാസ പേസർ സ്റ്റുവർട്ട് ബ്രോഡ്. ബ്രോഡിന്റെ ആദ്യ പന്തിൽ തന്നെ തകർപ്പൻ ഹൂക്ക് ഷോട്ടിലൂടെ ബുംറ ഒരു 4 നേടി. 2ാം പന്ത് നിയന്ത്രണം തെറ്റിയ ഒരു ബൗൺസർ ആയിരുന്നു. അത് കീപ്പറുടെയും മുകളിലൂടെ വൈഡായി ബൗണ്ടറി കടന്നു. ഇന്ത്യക്ക് ബോണസ് റൺ. ബ്രോഡ് എറിഞ്ഞ അടുത്ത പന്ത് ഒരു നോ ബോൾ ആയിരുന്നു. ബുംറ അതിലൊരു സിക്സർ പറത്തി. ബ്രോഡിന്റെ മുഖത്ത് അപ്പോൾ തന്നെ നിസ്സഹായത പ്രകടമായിരുന്നു. സമ്മർദ്ദത്തിലായ ബ്രോഡിനെ നിലം തൊടാൻ ബുംറ അനുവദിച്ചില്ല. അടുത്ത 3 പന്തുകളിലും തുടർച്ചയായ 3 ഫോറുകൾ. സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ ഇളകി മറിഞ്ഞു. 5ാം പന്ത് വീണ്ടും ഒരു സിക്സർ. ഇംഗ്ലണ്ട് ആരാധകർ പോലും എണീറ്റ് നിന്ന് കൈയടിച്ചു. അവസാന പന്തിൽ ഒരു റൺ കൂടി നേടിയതോടെ ആകെ ആ ഓവറിൽ പിറന്നത് 35 റൺസ്. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ 145 വർഷത്തെ ചരിത്രത്തിൽ ഒരു ഓവറിൽ ഒരു ബാറ്റ്സ്മാൻ നേടുന്ന ഏറ്റവും ഉയർന്ന റൺസ് എന്ന ലോക റെക്കോർഡ് അന്ന് ടീമിന്റെ നായകൻ കൂടിയായ ജസ്പ്രീത് ബുംറ സ്വന്തം പേരിൽ കുറിച്ചു. വെറുമൊരു ബൗളറല്ല താനെന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ടീമിനെ മുന്നിൽ നിന്നും നയിക്കാൻ തനിക്ക് ബാറ്റ് കൊണ്ടും കഴിയുമെന്ന് ബുംറ കാണിച്ചു കൊടുത്ത ദിവസമായിരുന്നു അത്. പക്ഷേ ഈ റെക്കോർഡുകൾക്കും കയ്യടികൾക്കും പിന്നിൽ വർഷങ്ങൾ നീണ്ട അവഗണനയുടെയും കണ്ണീരിന്റെയും തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത നിശ്ചയദാർഢ്യത്തിന്റെയും വലിയ കഥകളുണ്ട്. പരിഹാസങ്ങളെ അതിജീവിച്ച് പരുക്കുകളെ തോൽപ്പിച്ച് 2020 ലോകകപ്പിൽ ഇന്ത്യക്ക് വേണ്ടി മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ആ യോർക്കർ കിങ്ങിന്റെ ജീവിതകഥ സംഭവബഹുലമായിരുന്നു. അഹമ്മദാബാദിലെ ഒരു ചെറിയ വാടക വീട്ടിലെ ഇടുങ്ങിയ മുറിക്കുള്ളിലായിരുന്നു ജസ്പ്രീത് ബുംറയുടെ കുട്ടിക്കാലം. വിധി അവനോട് കാട്ടിയത് ഒട്ടും ദയയില്ലാത്ത ക്രൂരതയായിരുന്നു. അച്ഛൻ ജസ്ബീർ സിംഗ് മരിക്കുമ്പോൾ ബുംറയ്ക്ക് പ്രായം വെറും 5 വയസ്സ്. ആ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ അമ്മ ദൽജിത് കൗർ എന്ന സ്കൂൾ അധ്യാപകയുടെ ചുമലിലായി. ഓരോ ദിവസവും മകൻ കളി കഴിഞ്ഞു വന്നാൽ അമ്മ അവന്റെ വസ്ത്രങ്ങൾ കഴുകി ഉണങ്ങാനിടും. പിറ്റേന്ന് രാവിലെ അത് ഉണങ്ങിയില്ലെങ്കിൽ ആ നനഞ്ഞ വസ്ത്രവും ഇട്ടാണ് അവൻ മൈതാനത്തേക്ക് പോയിരുന്നത്. ദാരിദ്ര്യം അവനെ തളർത്താൻ നോക്കിയെങ്കിലും അവന്റെ ഉള്ളിൽ ക്രിക്കറ്റ് ഒരു ആവേശമായി ജ്വലിച്ചു നിന്നു. പുറത്തിറങ്ങി കളിക്കാൻ കഴിയാത്ത സമയങ്ങളിൽ വീട്ടിനുള്ളിലെ ആ ഒറ്റമുറിയിൽ ബുംറ പന്തെറിയുമായിരുന്നു. പന്ത് ചുവരിൽ തട്ടി ശബ്ദമുണ്ടായാൽ അമ്മയ്ക്ക് ഉറക്കം തടസ്സപ്പെടുമെന്ന പേടിയിൽ തറയുടെയും ചുവരിന്റെയും ഇടയിലുള്ള ആ ചെറിയ വിടവിലേക്ക് ശബ്ദമില്ലാതെ പന്തെറിയാൻ അവൻ പഠിച്ചു. ലോക ക്രിക്കറ്റിലെ ഏറ്റവും മാരകമായ ഡെഡ്ലി യോർക്കറുകൾ പിറന്നത് ആ കൊച്ചു വീട്ടിന്റെ ഉള്ളിൽ നിന്നാണ്. എന്നാൽ ജസ്പ്രീത് ബുംറ മൈതാനത്തിന്റെ ഒരറ്റത്ത് നിന്നും ഓടി വരുന്നത് കണ്ടവർ അന്ന് മൂക്കത്ത് വിരൽ വെച്ചു. കൈകൾ നേരെ വയ്ക്കാതെ വിചിത്രമായ രീതിയിൽ തോളുകൾ ചലിപ്പിച്ച് ഓടി വരുന്ന 6ാം ക്ലാസ്സുകാരനെ കണ്ട് കൂട്ടുകാർ പൊട്ടിച്ചിരിച്ചു. ഇവൻ പന്തെറിയുകയല്ല കല്ലെറിയുകയാണെന്ന് അവർ പരിഹസിച്ചു. പല പ്രമുഖ കോച്ചുമാരും അവനെ ഈ ആക്ഷൻ മാറ്റുമെന്ന് ഉപദേശിച്ചു. പക്ഷെ ബുംറ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അഹമ്മദാബാദിലെ ജില്ലാ ടീമിലേക്കുള്ള സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുക്കാനെത്തിയ ആ മെലിഞ്ഞ പയ്യനെ നോക്കി സെലക്ടർമാർ മുഖം തിരിച്ചു. അവന്റെ വിചിത്രമായ ബൗളിംഗ് ആക്ഷനെ അവരും പരിഹസിച്ചു. സെലക്ടർമാർ കൈവിട്ടെങ്കിലും വിധി അവനെ കൈവിട്ടില്ല. ഗുജറാത്ത് ടീമിന്റെ നെറ്റ്സിൽ പന്തെറിയാൻ അവസരം ലഭിച്ച ബുംറ അവിടെയുള്ള സീനിയർ ബാറ്റ്സ്മാൻമാരെ വേഗതയേറിയ യോർക്കറുകൾ കൊണ്ട് വിറപ്പിച്ചു. അവന്റെ ആക്ഷൻ ഒരു അപാകതയല്ല, മറിച്ച് ബാറ്റ്സ്മാന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്ന ഒരു അത്ഭുതമാണെന്ന് തിരിച്ചറിഞ്ഞ ടീം മാനേജ്മെന്റ് അവനെ ഗുജറാത്ത് ടീമിലെടുത്തു. 2013 ആഭ്യന്തര 2020 ടൂർണമെന്റായ സയ്യിദ് മുസ്താഖ് അലി ട്രോഫി ആയിരുന്നു ബുംറയുടെ ജീവിതം മാറ്റിമറിച്ചത്. ഗുജറാത്തിന് വേണ്ടി പന്തെറിയുന്ന ആ വിചിത്ര ആക്ഷനുള്ള പയ്യനെ മുംബൈ ഇന്ത്യൻസിന്റെ സ്കൗട്ടായ ജോൺ റൈറ്റ് ശ്രദ്ധിച്ചു. ലോക ക്രിക്കറ്റിന്റെ ചരിത്രം തിരുത്തി കുറിക്കാൻ പോകുന്ന ഒരു ഇതിഹാസത്തിന്റെ പിറവിയായിരുന്നു അത്. അങ്ങനെ 19ാം വയസ്സിൽ മുംബൈ ഇന്ത്യൻസിന്റെ നീല ജേഴ്സി ബുംറ അണിഞ്ഞു. 2013 ഏപ്രിൽ 4 ബാംഗ്ലൂരിലെ ചിന്നസ്വാമി സ്റ്റേഡിയം. IPL വമ്പന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള പോരാട്ടം. RCB വിളികളാൽ സ്റ്റേഡിയം പ്രകമ്പനം കൊണ്ടു. മുംബൈ ഇന്ത്യൻസിന് വേണ്ടി പന്തെറിയാൻ എത്തുന്നത് മെലിഞ്ഞ ഒരു 19കാരൻ പയ്യൻ. ക്രീസിലുള്ളത് അന്ന് ലോക ക്രിക്കറ്റിലെ ഏറ്റവും അപകടകാരിയ ബാറ്റ്സ്മാൻ സാക്ഷാൽ വിരാട് കോഹ്ലി. ആദ്യ 3 പന്തുകളിൽ കോഹ്ലി ആ പയ്യനെ കടന്നാക്രമിച്ചു. തുടർച്ചയായ 3 ഫോറുകൾ. സ്റ്റേഡിയം ഇളകി മറിഞ്ഞു. എല്ലാവരും കരുതി ഈ പയ്യന്റെ IPL കരിയർ ഈ ഒരൊറ്റ ഓവറിൽ തീരുമെന്ന്. ഗാലറിയിൽ പരിഹാസ ചിരികൾ ഉയർന്നു. പക്ഷെ ബുംറ പതറിയില്ല. അടുത്ത പന്ത് അയാൾ അറിഞ്ഞത് കോഹ്ലിയുടെ കണക്കൂട്ടുകൾ തെറ്റിച്ചുകൊണ്ടായിരുന്നു. ഇൻസ്വിംഗായി വന്ന ആ പന്ത് കോഹ്ലിയുടെ പാഡിൽ തട്ടി അമ്പയറുടെ വിരൽ ഉയർന്നു. LBW ചിന്നസ്വാമി സ്റ്റേഡിയം ഒരു നിമിഷം നിശബ്ദമായി. വിരാട് കോഹ്ലി എന്ന സൂപ്പർ താരത്തെ തന്റെ അരങ്ങേറ്റ മത്സരത്തിലെ 5ാം പന്തിൽ മടക്കി അയച്ചുകൊണ്ട് ബുംറ തന്റെ വരവറിയിച്ചിരിക്കുന്നു. പിന്നീട് അങ്ങോട്ട് IPLലും ഇന്ത്യൻ ടീമിനും വേണ്ടി മിന്നുന്ന പ്രകടനങ്ങൾ പലതും കാഴ്ചവെച്ചെങ്കിലും പലപ്പോഴും വിമർശനങ്ങളുടെ കൂരമ്പുകൾ ബുംറയ്ക്ക് നേരെ വീണ്ടും ഉയർന്നു. 2017 ലണ്ടനിലെ ഓവൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഇന്ത്യ പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ എറിഞ്ഞ ഒറ്റ നോബോളിന്റെ പേരിൽ സ്വന്തം ആരാധകരുടെയും നാട്ടുകാരുടെയും വിമർശനങ്ങൾ തെല്ലൊന്നുമല്ല ബുംറയെ അലട്ടിയത്. ആ ഒറ്റ നോബോൾ ഇന്ത്യയുടെ പരാജയത്തിന് കാരണമായി എന്ന് പറഞ്ഞ് ആരാധകർ തെരുവിൽ ബുംറയുടെ കോലം കത്തിച്ചു. ജയ്പൂർ ട്രാഫിക് പോലീസ് പോലും ബുംറയുടെ നോബോളിന്റെ ചിത്രം വെച്ച് അതിർത്തി ലംഘിക്കരുത് എന്ന ബോർഡുകൾ സ്ഥാപിച്ചു.
ഒരു രാജ്യത്തിന്റെ മുഴുവൻ പരിഹാസങ്ങളും ക്രൂരമായ ട്രോളുകളും ആ 23-കാരന്റെ മേലിൽ വന്ന് പതിച്ചു. ആഘാതങ്ങൾ അവിടെയും തീർന്നില്ല. കരിയറിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ ബാക്ക് ഇഞ്ചറി ബുംറയെ വേട്ടയാടി. 2022 ഏഷ്യ കപ്പും ലോകകപ്പും അദ്ദേഹത്തിന് നഷ്ടമായി. IPL കളിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വിശ്രമിക്കുന്നതെന്ന് പറഞ്ഞ് ചിലർ വീണ്ടും വിമർശിച്ചു. ബുംറയുടെ കരിയർ അവസാനിച്ചു എന്ന് വിമർശകർ വിധി എഴുതി. അയാൾ അപ്പോഴും മൗനം പാലിച്ചു. ആ മൗനം ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയായിരുന്നു. 1 വർഷത്തോളം നീണ്ട കഠിനമായ ഫിസിയോതെറാപ്പിയും പരിശീലനവും. ഒടുവിൽ അയർലൻഡിനെതിരെയുള്ള പരമ്പരയിൽ ക്യാപ്റ്റനായി അദ്ദേഹം വീണ്ടും തിരിച്ചെത്തി. പിന്നീട് അങ്ങോട്ട് പല നിർണായക ഘട്ടങ്ങളിലും ഇന്ത്യൻ ടീമിനെ പരാജയത്തിൽ നിന്നും ബുംറ കരകയറ്റി. ഈ 2020 ലോകകപ്പിലും ഇന്ത്യൻ ബൗളിംഗ് നിരയുടെ നെടുന്തൂൺ തന്നെയായിരുന്നു ജസ്പ്രീത് ബുംറ എന്ന റൈറ്റ് ഹാൻഡ് ഫാസ്റ്റ് ബൗളർ. ഓരോ പന്തിലും അയാൾ ഓരോ പുതിയ തന്ത്രം ഒളിപ്പിച്ചു വെച്ചു. ഓരോ വിക്കറ്റിലും അയാൾ തന്നെ പരിഹസിച്ചവർക്കുള്ള മറുപടി നൽകി. അതെ, ജസ്പ്രീത് ബുംറ, നിങ്ങൾ വെറും ഒരു ബൗളറല്ല, നിങ്ങൾ കോടിക്കണക്കിന് യുവാക്കളുടെ സ്വപ്നമാണ്. തോറ്റുകൊടുക്കാത്ത ഇന്ത്യൻ വീരത്തിന്റെ അടയാളമാണ്. നിങ്ങളെ പരിഹസിച്ചവർക്കും തള്ളിക്കളഞ്ഞവർക്കും മുന്നിൽ നിശബ്ദനായി പന്തുകൊണ്ട് നിങ്ങൾ തീർത്ത ആ വിസ്മയങ്ങൾ ഓരോ ഇന്ത്യക്കാരനെയും ഇന്നും എന്നും പുളകം കൊള്ളിക്കും. അതെ ജസ്പ്രീത് ബുംറ, നിങ്ങൾ വെറും ഒരു കളിക്കാരനല്ല, തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു ജനതയുടെ ആവേശമാണ്.